ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അബൂബക്കർക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചുകൊണ്ട് വന്ന IG ഹമീദിനോട് നമ്മുടെ ശാലിനി പറയുക, ഈ കേസിൻ്റെ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ ഇവരോടൊപ്പം ഉണ്ടാകും. ശാലിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഹമീദിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഹമീദ് വണ്ടിയെടുത്തങ്ങ് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ അബൂബക്കർ ദേഷിച്ച് പറയുക, സാറ് ഇതെങ്ങോട്ട് പോവുക? ഞാൻ പൈസ എത്ര വേണമെങ്കിലും ചിലവഴിക്കാമെന്ന് പറഞ്ഞില്ലേ? അവളെ പിടിച്ചിങ്ങോട്ട് വണ്ടിയിലോട്ട് കയറ്റ് സാറേ. ഇത്രയും പോലീസുകാരൊക്കെ കൂടെ ഉള്ളതല്ലേ, പിന്നെ എന്താ സാറേ അങ്ങനെ ചെയ്യാത്തത് എന്നൊക്കെ ഇങ്ങനെ അബൂബക്കർ ദേഷ്യത്തോടെ ചോദിക്കുവാണ്. IG ഹമീദ് പെട്ടെന്ന് കാറിലോട്ട് കയറിയിട്ട് പറഞ്ഞു, അതൊക്കെ പിന്നീട് സംസാരിക്കാം, താനൊരു കാര്യം ചെയ്ത് തൻ്റെ വണ്ടി എടുത്തോണ്ട് എൻ്റെ പുറകെ വാ. അങ്ങനെ IG പോകുന്നതിൻ്റെ പുറകിന് തന്നെ അബൂബക്കറും കാറെടുത്ത് പോവുകയാണ്. അനൂപിനും നൂർജഹാനും അങ്ങനെ നമ്മുടെ ശാലിനിക്കും വിഷ്ണുവിനും ഒക്കെ സമാധാനം ആകുന്നുണ്ട്. അപ്പോൾ വിഷ്ണു അനൂപിൻ്റെ കാറ് തടഞ്ഞ പോലീസുകാരവിടെ നിൽക്കുന്നവരോട് വന്നിട്ട് ചോദിക്കുന്നു, അല്ല നിങ്ങൾ പോകുന്നില്ലേ? വലിയ ഏമന്മാരൊക്കെ നിയമം പറഞ്ഞിട്ടങ്ങ് പോയല്ലോ, സാറിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നിയമമൊക്കെ ഉണ്ടോ എന്നിങ്ങനെ കളിയാക്കി ചോദിക്കുവാണെന്ന് അയാൾക്ക് മനസ്സിലായി. വണ്ടി ഇടറോ എന്നും പറഞ്ഞ് ആ സർക്കിൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരങ്ങനെ വണ്ടിയെടുത്തങ്ങ് പോവുകയാണ്. ശാലിനിയും വിഷ്ണുവും അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴെന്തായാനേ. അങ്ങനെ അവർ വന്ന് എല്ലാ പ്രശ്നവും പരിഹരിച്ചപ്പോൾ അനൂപും നൂർജഹാനും അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ്. അപ്പോൾ ശാലിനി അനൂപിനോട് പറയുന്നു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങളുടെ യാത്ര തുടങ്ങിക്കോളും. നൂർജഹാൻ അത് കേട്ട് വളരെ സന്തോഷത്തോടെ ശാലിനി ചേച്ചിയെന്നും പറഞ്ഞ് ശാലിനി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി പേടിക്കണ്ട, സന്തോഷമായിട്ടിരിക്കുക, ഇനി നിൻ്റെ മാമയെ കൊണ്ട് കുറച്ച് നാളത്തേക്ക് ശല്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അപ്പോൾ അനൂപ് താങ്ക്സ് ചേച്ചി എന്നും പറഞ്ഞ് അവർ പോകാൻ ഒരുങ്ങുവാണ്. ഇനി എന്തെങ്കിലും കേസിൽ അവർ എഴുതി ചേർക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം, അപ്പോൾ നീ വന്നാൽ മതി, ഇപ്പം നിങ്ങൾ സന്തോഷത്തോടെ പോകും എന്നൊക്കെ പറഞ്ഞ് ശാലിനി അവരെ യാത്ര അയക്കുവാണ്. അവരങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, മല പോലെ വന്നത് എലി പോലെ പോയി, എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. ഇനി അവനെ നിയമം കൊണ്ട് നേരിടാൻ പറ്റിയില്ലെങ്കിൽ മുഷ്ടി കൊണ്ട് തന്നെ നേരിടണം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് കാണിക്കുന്നുണ്ട് ശാലിനിയെ. ഈ സമയം സത്യമ്മ ADM ജോൺ പറഞ്ഞതുപോലെ ആ ഗേറ്റിൻ്റെ അടുത്തൂടെ അകത്ത് കയറി ചെന്നിരിക്കുവാണ്. അവിടെ കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട്. അവരൊക്കെ സത്യമ്മ കൊണ്ടുവന്ന ആ പലഹാരപ്പൊതിയൊക്കെ എടുത്തിങ്ങനെ നോക്കുവാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ പാക്കറ്റ് എടുത്ത് അതിൻ്റെ വിലയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിലൊരാൾ ചോദിക്കുന്നതിന് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ സത്യമ്മ പറയുന്നത് 45 രൂപയാണ്, നിങ്ങൾ 35 രൂപ എനിക്ക് തന്നാൽ മതി, ഇത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന പലഹാരമാണിതൊക്കെ. ഇതിനൊക്കെ ഇത്രയധികം വിലയുണ്ടോ? ഈ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇത്രയധികം വില കൂടി കിടക്കുന്ന സമയത്ത് നിങ്ങളിത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? ഇതൊക്കെ ചുമ്മാതെ പറയുന്നതല്ലേ ആളുകളെ പറ്റിക്കാനായിട്ട്, ഇത് വെറും തട്ടിപ്പാ. അയ്യോ അങ്ങനെയൊന്നുമല്ല, എനിക്കെന്തിനാ അങ്ങനെ പറയേണ്ട കാര്യം? ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇത് തീർച്ചയായിട്ടും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയ പലഹാരമാണിത്. പിന്നെ നിങ്ങൾ പറയുന്ന ചുമ്മാതങ്ങ് വിശ്വസിക്കാനിരിക്കുമല്ലേ ഞങ്ങൾ? ഇതാരുണ്ടാക്കുന്നതാണെന്നോ കമ്പനിയുടെ പേരോ മാനുഫാക്ചറിങ് ഡേറ്റോ എക്സ്പയറി ഡേറ്റോ ഒന്നും തന്നെ ഇല്ല. ഇത് ലോകത്തെങ്ങും ഇല്ലാത്ത വിലയാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നതേ, ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളുണ്ടാകും. ഇതുപോലുള്ള ഉൽപ്പന്നങ്ങളും കൊണ്ട് വന്ന് ആളുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഇവരെ ഒന്നും വെറുതെ വിട്ടുകൂടാ. നിങ്ങൾ പോലീസിനെ വിളിക്കുക, പോലീസുകാർ വന്ന് ചോദിക്കട്ടെ, അപ്പോഴറിയാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ സത്യമ്മ ആകെ പേടിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവരെന്തൊക്കെയായി പറയുന്നത്? അയ്യോ അങ്ങനെയൊന്നും അല്ല, ഞാനിത് കുടുംബശ്രീ ഉൽപ്പന്നം പോലെ വീട്ടിലുണ്ടാക്കുന്നതാണ്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാനിത് വീട്ടിലുണ്ടാക്കുന്നത്, ഞാനീ പറയുന്ന ഒന്നും കള്ളവല്ല എന്നൊക്കെ സത്യമ്മ പറഞ്ഞിട്ടും അവരാരും അത് വിശ്വസിക്കുന്നില്ല. അവർ പോലീസിനെ വിളിക്കണമെന്നും പറഞ്ഞ് നിൽക്കുവാണ്. ആ സമയത്ത് ശാലിനി അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ കുറേ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നു. അവിടെ എന്താ ഒരാൾക്കൂട്ടം എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട്, ഏതോ ഒരു സ്ത്രീ കുറേ സാധനങ്ങൾ വിൽക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസാണെന്ന് പറയുന്നു. ആളുകളെയൊക്കെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ കുറേ എണ്ണം അങ്ങ് ഇറങ്ങിക്കോളും, ഇതുങ്ങളെയൊക്കെ പോലീസിൽ പിടിച്ച് കൊടുക്കുക വേണ്ടത് എന്നൊക്കെ ആ സ്ത്രീ ഇങ്ങനെ പറയുവാണ്. ഒന്നുകിൽ സാധനങ്ങളും കൊണ്ട് നടന്ന് ഇങ്ങനെ പറ്റിക്കുക, അല്ലെങ്കിൽ വേറെ വല്ലതുമൊക്കെ ആയിരിക്കും ഇതുങ്ങളെപ്പോലുള്ളവരുടെ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട് ആരാന്ന്. പക്ഷെ ശാലിനിക്ക് ആരാന്നൊട്ട് പിടി കിട്ടുന്നതുമില്ല. എങ്കിലും അത് ആരായിരിക്കും എന്നിങ്ങനെ ശാലിനി നോക്കുമ്പോൾ സത്യമ്മയുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളങ്ങോട്ട് മാറുമ്പോഴാണ് ശാലിനി പെട്ടെന്ന് കാണുന്ന സത്യമ്മ. അയ്യോ സത്യമ്മയല്ലയോ അത് എന്ന് കണ്ടുകൊണ്ട് പെട്ടെന്ന് ശാലിനി അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. എന്താ ഇവിടെ എന്താ എന്നും പറഞ്ഞ് ശാലിനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ADM ജോണിൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു സജി, അയാളാണ് ഇതിന് നേതൃത്വമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ അയാൾ ശാലിനിയോട് പറയുന്നുണ്ട്, ആളുകളെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക മേഡം, ഇവരൊക്കെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് ഏതോ കെട്ട എണ്ണയിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന പലഹാരങ്ങളാണ് ഇതൊക്കെ.
ഇവരെ ഒന്നും അങ്ങനെ വെറുതെ വിട്ടുകൂടാ, പോലീസിനെ വിളിച്ചിട്ടുണ്ട്, പോലീസ് ഇപ്പോൾ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊന്നും അറിയാത്തവനെ പോലെ പെട്ടെന്ന് സജി എന്താ അവിടെ ഒരു ബഹളം, എന്താ അവിടെ ഒരു ആൾക്കൂട്ടം എന്നും പറഞ്ഞ് അങ്ങോട്ട് വരുവാണ്. ജോണിനോടൊപ്പം തന്നെ സതീശനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ സജി ADM ജോണിനോട് ആ കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇവർ കൊണ്ടുവന്ന പലഹാരവാ, ഇതൊന്നും നല്ലതല്ല, ശുദ്ധമായ വെളിച്ചെണ്ണയാണെന്നും പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്ന ശുദ്ധ തട്ടിപ്പാണിത്, ഇവരെ ഒന്നും വെറുതെ വിട്ടുകൂടാ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. എന്നിട്ട് ADM ജോൺ ഇതൊക്കെ ആരാ ഇതിവിടെ കൊണ്ടുവന്നത്, ഇവിടെ ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ലെന്ന് നിരോധിച്ചിരിക്കുന്നതല്ലേ, ആരാ ഇവരെ കോമ്പൗണ്ടിനകത്തോട്ട് കയറ്റി വിട്ടത്, ആ സെക്യൂരിറ്റി എവിടെ, അയാളെ വിളിച്ചേ എന്നൊക്കെ ജോൺ അങ്ങോട്ട് തകർത്ത് അഭിനയിക്കുവാണ്. അപ്പോൾ സത്യാമ്മയ്ക്ക് എന്തോ മനസ്സിലായി, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. പെട്ടെന്ന് സത്യാമ്മ പറയുന്നു, അയ്യോ സാറല്ലേ പറഞ്ഞ ഇങ്ങോട്ട് കൊണ്ടുവരാനും, ഇവിടെ ആൾക്കാർ ഒരുപാടുണ്ടെന്നും കച്ചവടം ശരിക്കും നടത്തി തരാമെന്നൊക്കെ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നത് സാറല്ലേ. സത്യാമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ADM ജോൺ ഞാനോ, നിങ്ങളെ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇപ്പോൾ കാണുന്നത് തന്നെ, നിങ്ങളെ ഞാൻ അറിയത്തത് പോലുമില്ല, നിങ്ങളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, നിങ്ങളെന്താ എൻ്റെ അമ്മയോ അമ്മായിയമ്മയോ വല്ലതും ആണോ എന്നിങ്ങനെ ശാലിനിയെ ഏറുകണ്ണിട്ടിട്ടാണ് ADM ജോൺ ചോദിക്കുന്നത്. അപ്പോൾ ശാലിനി ADM ജോണിനെ അങ്ങനെ ദേഷ്യത്തോടെ നോക്കുവാണ്. അപ്പോൾ ശാലിനിക്ക് മനസ്സിലായി ഇത് ഇവൻ്റെ കളിയാണല്ലോ എന്ന്. പക്ഷേ സത്യഭാമയ്ക്ക് അതൊന്നും മനസ്സിലായില്ലല്ലോ. സത്യഭാമ ഇങ്ങനെ ശാലിനിയെ സൂക്ഷിച്ച് നോക്കിയിട്ട് സങ്കടത്തോടെ മനസ്സിൽ എന്തോ പറയുന്നുണ്ട്. സത്യാമ്മ വിചാരിച്ചിരിക്കുന്നത് ADM ജോണിനെ കൊണ്ട് ശാലിനി വിളിപ്പിച്ച് വരുത്തി അപമാനിച്ചതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സത്യാമ്മ അല്ലെങ്കിലും വിവരക്കേടിൻ്റെ ഒന്നാന്തരം ആളാണല്ലോ. ഒരിക്കലും ശാലിനി അങ്ങനെ ചെയ്യില്ലെന്നും ശാലിനി രക്ഷിക്കത്തതേ ഉള്ളെന്ന് മനസ്സിലാക്കിയിട്ട് പോലും സത്യാമ്മ ചില സമയത്ത് വിവരക്കേടുകൾ മാത്രമേ കാണിക്കത്തുള്ളൂ. സത്യാമ്മ എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോലീസിനെ ഒന്നും വിളിക്കുകയൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ ഞിട്ടേരെ എന്ന് പറയുമ്പോൾ അവരൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ തിരിച്ച് സത്യാമ്മയുടെ ബാഗിലോട്ട് ഇടുന്നുണ്ട്. എല്ലാവരുടെ ഉദ്ദേശം എനിക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ADM ജോണിനെ ഇങ്ങനെ നോക്കി സതീശനെ നോക്കിയിട്ട് ശാലിനിയോട് പറയുന്നത്, നിനക്ക് തൃപ്തിയായില്ലേടി. അത് കേട്ട് ശാലിനി സങ്കടത്തോടെ അമ്മയെന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. സത്യാമ്മ എന്നിട്ട് സങ്കടത്തോടെ ആ ബാഗുമായിട്ട് അങ്ങ് പോവുകയാണ്. കണ്ണുനീരൊക്കെ സാരി തലപ്പുകൊണ്ട് തുടച്ച് വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് സത്യാമ്മ പോകുന്നത്. എങ്ങനെ ജീവിച്ച ഒരു സത്യാമ്മയായിരുന്നു, ഇങ്ങനൊരു അവസ്ഥയ്ക്ക് കാരണക്കാരി സത്യാമ്മ തന്നെ ആണല്ലോ. ശാലിനി ദേഷ്യത്തോടെ ഇങ്ങനെ ADM ജോണിനെ നോക്കുക. ഇവൻ്റെ പണിയാണല്ലോ ഈ കാണിച്ചതൊക്കെ എന്ന് ശാലിനിക്ക് മനസ്സിലായി. ഒന്നും അറിയാത്തവനെ പോലെ ADM ജോൺ ശാലിനിയോട് ഇതെല്ലാം കള്ളക്കൂട്ടങ്ങളാണ് മാഡം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവൻ ആക്ഷേപിക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് സഹികെട്ട് ശാലിനി പറയുന്നു, നിർത്തടോ, എന്തിനാടോ താൻ ഇത്ര തരം താഴ്ന്ന പണി ചെയ്തത്. ചിലരൊക്കെ അതപ്പതിക്കും, എന്നാലും ഇത്രയധികം അതപ്പതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു പാവ സ്ത്രീയെ ഇങ്ങനെ വിളിച്ചു വരുത്തി താൻ അപമാനിച്ചപ്പോൾ തനിക്ക് എന്ത് സന്തോഷമാണോ കിട്ടിയത്. മേഡം എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാകുന്നത്, മേഡം ചൂടാകാൻ മേഡത്തിൻ്റെ ബന്ധു വല്ലതുമാണോ ആ സ്ത്രീ. അവനങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ശാലിനി അതെ, നിന്റെ വീട്ടിൽ നിന്നെ നൊന്ത് പ്രസവിച്ച ഒരു അമ്മയുണ്ടല്ലോ, ആ അമ്മയോട് പോയി ചോദിക്ക്. നിങ്ങളുടെ ഈ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ ആ വീട്ടിൽ ഉണ്ടാകാനും സാധ്യതയില്ല. നിങ്ങളുടെ ഈ തലവട്ടം കണ്ടപ്പോഴേ അവർ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോയിട്ടുണ്ടാവും. ഇതൊക്കെ അവർ ആ നരകത്തിലിരുന്ന് കാണുന്നുമുണ്ട്. എന്തായാലും അവർക്ക് സ്വർഗത്തിലോട്ട് പോകാനാകില്ലല്ലോ, കാരണം അത് നിങ്ങളുടെ അമ്മയായി പോയില്ലേ. ശാലിനി അങ്ങനെ മനസ്സിലുള്ള ദേഷ്യം മുഴുക്കെ ആ ജോണിനെ ഓരോന്ന് പറഞ്ഞ് തീർക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ അത് ശ്രദ്ധിക്കുവാണ്. അതൊക്കെ കണ്ട് ജോണാകെ നാണിച്ചിങ്ങനെ നിൽക്കുക. അവന് പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് ശാലിനി ദേഷ്യത്തോടെ അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. ജോൺ ഇങ്ങനെ നാണിച്ചവിടെ നിന്നിട്ട് ബാക്കിയുള്ളവരോട് പറയുന്നു, നിങ്ങളൊക്കെ എന്താ കാണാൻ നിൽക്കുക, എല്ലാം കയറിപ്പൊയ്ക്കുക അവിടുന്ന് എന്നും പറഞ്ഞ് ജോണും അവിടെ നാണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സതീശൻ ജോണിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ പറയുന്നു, വരട്ടിടോ, ഇനിയും നമുക്ക് അവസരം ഒത്തു കിട്ടും, അപ്പോൾ കൊടുക്കാം ഇതിനുള്ളതൊക്കെ ഞാൻ. സത്യാമ്മ അങ്ങനെ കണ്ണുനീരുമൊക്കെ തുടച്ചിങ്ങനെ വിഷമത്തോടുകൂടി ഇതിനെ പതുക്കെ നടന്നു പോവുകയാണ് ഗേറ്റിൻ്റെ അടുത്തോട്ട്. അപ്പോൾ വിഷ്ണു അവിടെ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ സത്യാമ്മയാണ് പോകുന്നത്. അയ്യോ, അമ്മയല്ലേ പോകുന്നത്, അമ്മേനെ വിളിക്കുന്നുണ്ട്. പക്ഷേ സത്യാമ്മ ഇങ്ങനെ ദേഷിച്ച് സങ്കടത്തോടെ നോക്കിയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറി അങ്ങ് പോവുകയാണ്. അവിടെ എന്താ സംഭവിച്ചെന്നൊന്നും മനസ്സിലാകാതെ വിഷ്ണു ഇങ്ങനെ വിഷമത്തിൽ നിൽക്കുവാണ്. ഓട്ടോയിൽ കയറി ഇരുന്നും സത്യാമ്മ കരയുവാണ്. അവിടെ ഉണ്ടായ അപമാനം അത്രയ്ക്ക് വലുതായി പോയല്ലോ. ശാലിനിയാണ് ഈ ക്യാബിനകത്ത് വന്നിങ്ങനെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുവാണ്. വിഷ്ണു ആ സമയത്ത് ശാലിനിയുടെ ക്യാബിനിലോട്ട് വന്ന് ഡോറ് തുറന്നിങ്ങനെ നോക്കിയിട്ട് വിഷ്ണു ശാലിനി വിഷമിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് വിഷ്ണു അങ്ങ് ഇറങ്ങി പോവാണ്. വിഷ്ണുവിനപ്പോൾ മനസ്സിലായി എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന്. സ്കൂളിൽ പപ്പിയും സത്യം വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ രമേശ് അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട് വഴക്കിനായിട്ട്. ഞങ്ങൾ ഇത്തവണ ടൂറിന് പോകുന്നുണ്ട്, നീ ഇത്തവണ ടൂറിന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർ. ഞങ്ങളും ടൂറിനൊക്കെ പോയിട്ടുണ്ട് എന്ന് സത്യ പറയുമ്പോൾ അവൻ ചോദിക്കും, നിങ്ങളെവിടാ പോയത്? അത് ഞങ്ങൾ പൊന്മുടിയിൽ വാട്ടർ തീം പാർക്കിൽ. ഞങ്ങൾ അവിടെയുള്ള എല്ലാ റൈഡിലും കയറിയിട്ടുണ്ട്.
അച്ഛനോട് പറഞ്ഞാൽ ഇനിയും ഞങ്ങളെ അച്ഛൻ കൊണ്ടുപോകും. ഓ പിന്നെ ഒരച്ഛൻ വന്നിരിക്കുന്നു. ഇവളുടെ അച്ഛൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം. എപ്പോഴും കള്ളും കുടിച്ച് റോഡിൽ കൂടി ഇങ്ങനെ നടക്കുന്ന അയാളല്ലേ നിൻ്റെ അച്ഛൻ എന്നൊക്കെ പപ്പിയാണ് പറയുന്നത്. പപ്പി അങ്ങനെ അച്ഛനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വരുവാണ്. രോഹിത്തിൻ്റെ കാര്യം അവൾ മനസ്സിലോർത്തിട്ട് പിടിച്ചൊരൊറ്റ തള്ളുവാണ് രമേശിന്. പപ്പിയുടെ ആ തള്ളിൽ രമേശൻ അങ്ങ് വീണ്. അത് കണ്ടുകൊണ്ട് പിള്ളേരൊക്കെ കളിയാക്കി ചിരിക്കാനും തുടങ്ങി. അപ്പോഴങ്ങോട്ട് അവരുടെ പ്രിൻസിപ്പാൾ അകത്തോട്ട് വരുന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴൊന്നും പറയല്ലേ എന്നിങ്ങനെ പപ്പി രമേശിനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ രമേശ് പ്രിൻസിപ്പാളിനോട് പറയുന്നുണ്ട്, ഒന്നുമില്ല മാഡം, എൻ്റെ കാല് തന്നെ ഞാനൊന്ന് വീണതാ. എങ്കിൽ ശരി, എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ഇവിടെ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്ന സുജിത്ത് എന്ന കുട്ടിയുടെ അപകടത്തെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നതല്ലേ. അവർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് സഹായിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ഫുഡ് മേള നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുത്താൽ പോരാ, വീട്ടിൽ നിന്നും ഓരോ നല്ല ഐറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്യണം. എല്ലാം ഹോം മെയ്ഡ് സാധനങ്ങൾ തന്നെ ആയിരിക്കണം, അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരരുത്. അപ്പോൾ പപ്പിയും സത്യം പറയുന്നു, നമ്മൾ എന്താണ് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടത്? എന്തായാലും രമേശ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിനേക്കാളും നല്ലൊരു സാധനം തന്നെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്ന് സത്യം പറയുവാണ്. പപ്പിയും സത്യം സംസാരിക്കുന്നത് കേട്ട് രമേശ് ചോദിക്കുന്നുണ്ട് എന്താന്നൊക്കെ. പോടാ അവിടെ നിന്നൊക്കെ പറഞ്ഞ് കുട്ടികളിങ്ങനെ കലവിലയൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ശാരദാമ്മയുടെ വീട്ടിൽ ഗോപാലേട്ടൻ ഇരുന്നുണ്ട് ന്യൂസ് പേപ്പർ വായിക്കുവാണ്. അപ്പോൾ ചായയൊക്കെ ശാരദാമ്മ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഗോപാലേട്ടന്. എന്നിട്ട് ശ്യാമ വിളിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. ശ്യാമയും രോഹിത്തും ഒക്കെ ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ എവിടെയോ ആണ് താമസം. പപ്പിയുടെ കാര്യം ചോദിച്ച് അത് തന്നെ ഭാഗ്യം. അപ്പോൾ ശാരികയാണെങ്കിൽ മുറ്റത്ത് ഉണക്കാനിട്ട തുണിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ ശാരിക ഓരോന്ന് പറയുന്നുണ്ട്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അല്ലേരും അങ്ങനെ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയൊന്നും കാണില്ല. ശാരികയുടെ ആ വർത്തമാനം ശാരദാമ്മയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടമായില്ല. ശാരദാമ്മ പറയും, അപ്പോൾ പിന്നെ നീ എങ്ങനെയായിരുന്നു? നീ ഒന്നും ഞങ്ങളെ വിളിക്കുക പോലും ചെയ്തില്ലായിരുന്നല്ലോ. അത് പിന്നെ എൻ്റെ ഈ ഫോണില്ലാഞ്ഞതുകൊണ്ടല്ലേ. അവരെനിക്ക് ഫോൺ പോലും തരാതെ എന്നെ അവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുമല്ലായിരുന്നു. അപ്പോൾ ഗോപാലേട്ടൻ പറയുന്നുണ്ട്, ശാരി, അത് നിന്റെ ഭർത്താവിൻ്റെ അമ്മയാണ്. നീ സംസാരിക്കുമ്പോൾ നല്ലതുപോലെ സൂക്ഷിച്ച് സംസാരിക്കും. നിന്റെ അവരോടുള്ള ഈ പെരുമാറ്റം അത്രയ്ക്ക് ശരിയുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ അവരെന്നോട് പറഞ്ഞതും കാണിച്ചതും ഒക്കെ ശരിയാണോ? ശാരിയയ്ക്ക് ദേഷ്യം വരുവാണ്. അതല്ല മോളെ ഞാൻ പറഞ്ഞത്. ഈ അമ്മായിയമ്മയും മരുമകളും ഒക്കെ നല്ല സുഖത്തിൽ ജീവിക്കുന്നത് ലോകത്ത് വളരെ വിരളമാണ്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയെങ്കിലേ അതിനൊക്കെ സാധിക്കത്തുള്ളൂ. നിനക്ക് അവരോട് അഡ്ജസ്റ്റ് ചെയ്യാനോ അവർ പറയുന്നത് അംഗീകരിക്കാനോ നിനക്ക് സാധിച്ചില്ല. അതൊക്കെ കേൾക്കുമ്പോൾ ശാരികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ഇനി അതിൻ്റെ പേരിൽ ഒരു വാക്ക് തർക്കം വേണ്ട. എന്തായാലും രാജീവൻ വരട്ടെ. രാജീവൻ്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അപ്പോൾ ശാരിക ഒരു ദേഷ്യത്തോടെ ചോദിക്കുന്നത്, കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ നൂർജഹാനെ എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നത്? അവളെ നിങ്ങൾ എന്തിനോ പേടിക്കുന്നുണ്ടല്ലോ, അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മയും ഗോപാലേട്ടനും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അച്ഛനും അമ്മയ്ക്കും അത് നല്ലതുപോലെ അറിയാം. എന്നോട് മറയ്ക്കുന്നതാ. അത് മുതലെടുത്ത് തന്നെയാണ് അവൾ ഇത്രയും ദിവസം ഇവിടെ താമസിച്ചതും. ഗോപാലേട്ടൻ ആ ന്യൂസ് പേപ്പർ താഴെ ഇട്ടിട്ട്, എന്ത് രഹസ്യം? എന്താ നിനക്കറിയേണ്ടത്? അവൾ അന്യൊന്നും അല്ലല്ലോ, എൻ്റെ മകൻ്റെ ഭാര്യയല്ലേ. എനിക്കവളെ അങ്ങനെ തള്ളിക്കളയാനൊന്നും ആവില്ല. അതുകൊണ്ടൊന്നും മാത്രമല്ല, എന്തോ രഹസ്യമുണ്ട്. അത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. നൂർജഹാൻ്റെ കസിൻ നസീറിനെ കാണാതെ പോയതിൽ അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലും പങ്കുണ്ടോ? ശാരികയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ഗോപാലേട്ടനും ശാരദാമ്മയ്ക്കും ഒരു ചെറിയ പേടി. അപ്പോൾ ഗോപാലേട്ടൻ പറയാം, സ്വന്തം മകൾ തന്നെ ഇങ്ങനെ സംശയിക്കുമ്പോൾ പിന്നെ പോലീസുകാർ നമ്മളെ സംശയിക്കാതിരിക്കുമോ? അങ്ങനെ പോലീസുകാർ വന്ന് നമ്മളെ പൊക്കിയെടുത്ത് ജയിലിൽ കൊണ്ടങ്ങിടട്ടെ. മക്കളെ സ്നേഹിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യും. അത് മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അതിന് അച്ഛനെയും അമ്മയും കൊലയ്ക്ക് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് മരണമല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗോപാലേട്ടൻ ശാരികയോട് പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ്. ശാരിക ഉടനെ ശാരദാമ്മയോട് ചോദിക്കുക, അച്ഛൻ എന്തിനാമ്മേ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ വെറുതെ ഒരു സംശയമല്ല ചോദിച്ചുള്ളൂ. അതിന് അച്ഛൻ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? അപ്പോൾ ശാരദാമ്മ പറയുന്നത്, നിനക്കറിയാവുന്നതല്ലേ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം. ഇങ്ങനെ പല സ്ഥലത്തും പലരെയൊക്കെ കാണാതാകുന്നുണ്ട്. അതൊക്കെ അന്വേഷിച്ച് എൻ്റെ മോളിപ്പോൾ പോകണ്ട. മോളെ ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കാൻ നോക്ക്. നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ജനിക്കുന്ന കുഞ്ഞ് നന്നായിട്ടിരിക്കത്തുള്ളൂ. അങ്ങനെ ആ കുഞ്ഞെങ്കിലും ഒന്ന് നന്നായിട്ട് വളരട്ടെ എന്നും പറഞ്ഞ് ശാരദാമ്മ അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. ശാരികയ്ക്ക് അപ്പോഴും മനസ്സിൽ നല്ല സംശയമുണ്ട്. ഇവരെന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ആ നസീറിനെ കാണാതായതിൻ്റെ പിന്നിൽ ഇവർക്കിനി എന്തെങ്കിലും പങ്കുണ്ടോ? എന്തായാലും അതൊന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നിങ്ങനെ ശാരിക മനസ്സിലുറപ്പിച്ചിങ്ങനെ നിൽക്കുവാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ ശാരിക തന്നെ സംശയം ചോദിച്ച് പോലീസുകാരെ അവിടെ കൊണ്ടെത്തിക്കുവോ, ശാരദാമ്മയും ഗോപാലേട്ടനെയും അവൾ തന്നെ പോലീസുകാർക്ക് പിടിച്ച് ഇട്ടുകൊടുക്കുവോ എന്നുള്ളതൊന്നും അറിയില്ല. സത്യാമ്മേനി കളക്ടർ ഓഫീസിൽ വെച്ച് ശാലിനി മനഃപൂർവ്വം തന്നെ അപമാനിച്ചതാണെന്ന് വിചാരിച്ച് സത്യാമ്മേനി എന്തൊക്കെ കാണിച്ച് കൂട്ടുമോ, അതൊക്കെ അറിയാനായിട്ട് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.